ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ എല്ലാവരും വർത്താനം സുഖമല്ലേ? നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഞങ്ങളവിടെ വലിയ കുഴപ്പമൊന്നുമില്ലേനു കേട്ടോ. ഇന്നലെ ഞാനും എൻ്റെ അമ്മയും ഒന്ന് പെരേന്ന് പുറത്താടിയപ്പോൾ പെരുംജാതി മഴ കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വണ്ടിക്ക് പോകേണ്ട അവസ്ഥ ആയിട്ടാ. ഞങ്ങളിങ്ങനെ ചേണ്ടിക്ക് നടന്നു പോയിട്ട് അവിടുന്ന് അങ്ങനെ വണ്ടിക്ക് പോകാൻ വെച്ചിട്ടേന്ന് കേട്ടോ. പക്ഷെ മഴ നിൽക്കാത്ത കാരണം പിന്നെ വൈകിച്ചിട്ട് ഞങ്ങൾ വണ്ടിക്കാട്ടാ പോകുന്നത്. അപ്പോൾ എവിടേക്കാണ് ഈ വണ്ടിക്ക് പോകണമെന്നല്ലേ എൻ്റെ ഉമ്മാൻ്റെ അമ്മായിൻ്റെ പേരൻ്റെ അവിടെ, അതായത് ഇപ്പപ്പാൻ്റെ പെങ്ങളെ അവിടെ ഇതേമാതിരി ചോലയും പിന്നെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ പോകാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉമ്മാനെ തൊയ്രം കെടുത്തി കൊണ്ടുപോകട്ടെ. എൻ്റെ ഉമ്മാക്കാണെല്ലാം മഴ ചെയ്തപ്പോൾ പെരേന്ന് പുറത്താടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തൊയ്രം കെടുത്തി അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ടാ. അനിയന്മാരൊക്കെ പിന്നെ സ്കൂൾ കേൾക്കാം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കായപ്പോൾ അങ്ങനെ പോന്നേന്നിട്ട്. പിന്നെ വലിയ അനിയൻ പണിക്കും പോയിക്കണം, ചെറുത് സ്കൂളും പോയതല്ല. അപ്പോൾ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഒരു ബോറടിയിട്ടോ. അങ്ങനെ പിന്നെ പോന്നിട്ടാ. പോണ വൈക്കുള്ള കാഴ്ചകളൊക്കെ ഇട്ടത് നല്ല രസമായിട്ട് നല്ല പച്ചപ്പുള്ളൊരു സ്ഥലം കേട്ടോ. പിന്നെ അങ്ങനെ പിന്നെ എൻ്റെ അമ്മേൻ്റെ പെര അവിടെ ഇട്ട, അതായത് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ പെര അവിടെയാണ്. അപ്പോൾ രണ്ടമ്മയോടൊപ്പം സാധനം വാങ്ങാൻ വേണ്ടി പോയിക്കാട്ടെ ഞാൻ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അല്ല കടക്കാരനെ കാണാൻ. അപ്പോൾ അയാൾ അവിടെ ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ സാധനം വാങ്ങേണ്ടത് നട്ടെ എൻ്റെ അമ്മയോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ചെറിയൊരു കട കേട്ടാ. അപ്പോൾ ഇങ്ങനെ എന്താണ് കുട്ടികൾക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റ് മുട്ടായൊക്കെ വാങ്ങാച്ചിട്ടാ പോയി നിൽക്കണത്. അപ്പോൾ അതിങ്ങനെ ഓരോ വർത്താനം ചോദിച്ചറിയുന്നിട്ടാ. ഞാൻ പറയണതൊന്നും അതിന് മനസ്സിലാവണില്ല കേട്ടോ. ഞാനിങ്ങനെ ബിസ്ക്കറ്റുകൾ എന്തെങ്കിലും കാണിച്ചു തരികയാണ്. അപ്പോൾ അങ്ങനെ ബിസ്ക്കറ്റുകൾ എടുത്ത് തന്നപ്പോഴാട്ടെ ഞാൻ ഈ കുഴലപ്പം കണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളെ പണ്ടത്തെ കുഴലപ്പല്ലേ, അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പൂതിട്ടാ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് കുഴലപ്പം എന്ന്. പക്ഷേ ആ കാക്ക ബിസ്ക്കറ്റ് വെച്ചിട്ട് ബിസ്ക്കറ്റുകൾ തരം തരം ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനോട് പറയുന്നുണ്ട് അതല്ല കുഴലപ്പം എന്നിട്ടാ. കാരണം അത് കുഴലപ്പം കാണിച്ചു തന്നിട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും കുഴലപ്പമൊക്കെ വാങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാനും ഉമ്മയും പോകുന്നിട്ടാ. അപ്പോൾ ഈ പോണ പോക്ക് എവിടുക്കുക വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങൾ കൊടുക്കട്ടെ, അതായത് എൻ്റെ വലിയ അമ്മേൻ്റെ കൊടുക്ക്. അങ്ങനെ എൻ്റെ ഉമ്മാട് നോക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മ നോക്കണില്ല കേട്ടാ. ഉമ്മാനെ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഏതുണ്ടാക്കിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയെന്ന് കേട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും അമ്മായിൻ്റെ കൂടെ എത്തിയിട്ടാ. അങ്ങനെ എത്തിയപ്പോഴാണെങ്കിലും അമ്മായി ഭയങ്കര പണീൻ്റെ തിരക്ക് കേട്ടോ. അപ്പോൾ എന്താ പണി വെച്ചാൽ ഓല അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങ അരിയുന്നിട്ടാ. അപ്പോൾ അങ്ങ് നോക്കി നിന്നപ്പോൾ എനിക്ക് പൂതിട്ടാ മാങ്ങ ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ നുള്ളി തിന്നണണ്ടപ്പോൾ അമ്മായിക്ക് മാങ്ങ മുറിച്ച് തന്നിട്ടാ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചക്കയും ഉണ്ണിയപ്പം ഒക്കെ കൊടുന്ന് തന്നിട്ടാ. പിന്നെ അതിന് ശേഷം പിന്നെ നന്നാരി വെള്ളം കൊടുന്നിട്ടാ. പിന്നെ ചായ അടിച്ചുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞു തന്ന് പിന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകട്ടെ. അപ്പോൾ പോണ പോക്കിലട്ടാ ആ കോറി കണ്ടത്. എൻ്റെ വീട്ടൊക്കെ അവിടെ പോയിക്കണം കേട്ടോ. പക്ഷെ ഞാൻ പോയിട്ടൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അതും ഇങ്ങനെ എടുത്ത് നിന്നിട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താട്ടോ. പിന്നെ മയക്കാറ് ഞങ്ങൾ പെരേന്ന് ഇറങ്ങോളം വെയിലായിരുന്നു. പെരേന്ന് ഇറങ്ങിയോട് കൂടി പെരും മഴ കേട്ടോ. പോണയിടത്തൊക്കെ അതേമാതിരി ചളി വെള്ളമൊക്കെ ആയിട്ടും പിന്നെ ഈ ഭാഗത്തൊക്കെ ആകെ ചളിവെള്ളാട്ടോ. അതെന്താ കാരണം വെച്ചാൽ റോഡൊക്കെ നല്ല റോഡ് തന്നെ കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ അവിടെ കോറിയുള്ള കാരണം റോഡുകളൊക്കെ ആകെ വൃത്തികേടായിട്ട് ആകെ ചളിയും വെള്ളമൊക്കെ ആയിട്ടാ. പിന്നെ എന്തായാലും അതൊക്കെ ചാടി കടന്നും പോയി അമ്മേൻ്റെ കൂടെ എത്തിയിട്ടാ. പിന്നെ ഈ കാണുന്ന ഈ പറമ്പിൽ ഞങ്ങൾ കുട്ടികളായിരുന്ന ടൈമിൽ ഇവലൊക്കെ ഒരു ബാക്കിലൊരു കിണറുണ്ട് കേട്ടോ. ആ കിണറെന്ന് പറഞ്ഞാൽ ഈ പറമ്പും ഓല മുറ്റമൊക്കെ ആകെ വെള്ളക്കളിയൊക്കെ കേട്ടോ. പക്ഷെ ഇപ്പോൾ മതിലൊക്കെ കെട്ടിയിട്ട് അവിടെ എന്തൊക്കെ എന്താണ് ഇതൊക്കെ കുഴിച്ചിട്ടിരിക്കണം കേട്ടോ. കവുങ്ങൊക്കെ കുഴിച്ചിട്ടിരിക്കണം. പിന്നെ ഓല കിണറാട്ടാ. അപ്പോൾ നല്ല പച്ച കളറിൽ വെള്ളം കാണണം. പിന്നെ അവിടെ അതേമാതിരി ഞങ്ങൾ കാര്യമായിട്ട് പോകണം നാവോളിന്, അങ്ങനെ എന്താ പറയുക അരിനെല്ലിക്ക അങ്ങനത്തെ സംഭവങ്ങൾ തിന്നാൻ കേട്ടോ. അവിടെ അങ്ങനത്തെ കുറേ മരങ്ങളുണ്ട്. പിന്നെ പെരേക്ക് എത്തിയപ്പോൾ ഇതേമാതിരി നല്ല മഴ കേട്ടോ. ഓലെ മുറ്റത്തൊക്കെ ആകെ വെള്ളക്കളി കേട്ടോ. അപ്പോൾ ഇങ്ങനെ എൻ്റെ കാലിൻ്റെ താഴെ ആകെ ചളിവെള്ളം കേട്ടോ. ഞാനിങ്ങനെ തിണ്ടുമ്പോൾ ഇരുന്ന് വീഡിയോ എടുത്തിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറൊക്കെ തന്നിട്ടാ. സാമ്പാറും ബീഫും ചമ്മന്തി അച്ചാറും പപ്പടമൊക്കെ കൂട്ടി ചോറൊക്കെ തിന്ന് ചോലയ്ക്ക് ചാടാൻ പോകാൻ നിന്നപ്പോഴാണെങ്കിലും എൻ്റെ ചെരുപ്പ് പണി പറ്റിച്ചിട്ടാ. ചെരുപ്പ് പൊട്ടി. അത് തുന്നിച്ചാനുള്ളൂ. അപ്പോൾ അങ്ങനെ ചെരുപ്പ് പൊട്ടിയിട്ട് പിന്നെ തിരിച്ച് പോയി ചെരുപ്പ് മാറ്റേണ്ട മടിച്ചിട്ട് ഞാൻ ഇട്ടിട്ട് തന്നെയാണ് പോയിട്ടാ. പിന്നെ ചളിവെള്ളത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ഫീൽ ഇട്ടാ. കാരണം ചെറിയ കുട്ടികളായിരുന്ന ടൈമിലല്ല നമ്മൾ അങ്ങനെയൊക്കെ പോയിന്ന്. ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ടപ്പോൾ ഞാനിങ്ങനെയൊക്കെ പോണത്. കാരണം നമ്മൾ അധികം ഇങ്ങനെ ഞാൻ ലാലുവിൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിമ്മ പോകാമെന്നല്ലാതെ അങ്ങനെ നടന്ന് പോയിട്ടൊന്നും വലിയൊരു ഇതില്ല കേട്ടോ. പിന്നെ നമ്മളെ നാട്ടിലേക്ക് എത്തുമ്പോൾ അതേമാതിരി എവിടേക്കായാലും നമുക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. പിന്നെ ആ ചളിയിലൊക്കെ എന്തായാലും മറന്ന് എന്തായാലും വിചാരിച്ചിടത്തേക്ക് എത്തിയിട്ടാ. അപ്പോൾ അത് ചെറിയൊരു ചോലയിട്ടാ. അവിടെ കണ്ടോ നിങ്ങൾ വെള്ളം ചാടണേ? അതവിടെ പൊന്തൊക്കെ ആയ കാരണം കേട്ടോ കാണാത്ത. ഞങ്ങൾ കുട്ടികളായിരുന്ന ടൈമിലൊക്കെ അവിടെ ഒരു ഓലമടലുണ്ട് കേട്ടോ. അതിന്മേൽ കൂടെ ഇങ്ങനെ വെള്ളം ചാടിയിരുന്നിട്ടാ. നല്ല രസമായിരുന്നു. പിന്നെ വെള്ളം കണ്ടാൽ ചാടൽ നിർബന്ധം കേട്ടോ. എനിക്കത് പേര് ചളിവെള്ളമായാലും ഞാൻ ആ വെള്ളത്തേക്ക് എടുത്ത് ചാടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തായാലും ഞാൻ ആ വെള്ളം എങ്ങനെ വെച്ചാൽ നമ്മളെ മുട്ടിൻ്റെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ആ വെള്ളത്തിൽ കുറച്ച് നേരമൊക്കെ അങ്ങനെ കുത്തി മറിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനവിടെ അങ്ങനെ വെള്ളം ചാടുന്നിടത്ത് പോയിട്ട് മുഖം കഴുകട്ടെ. നല്ല തണുത്ത വെള്ളം കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങനെ പോന്നിട്ടാ. അപ്പോൾ ഇതൊക്കെ ഇട്ടാ നല്ലൊരു പൊന്തക്കാടിൻ്റെ ഉള്ളിലാട്ടാ ഈ ഒരു ചെറിയൊരു ചോല. ഇതിന് ഇപ്പുറത്തൊക്കെ ചോലാണ് കേട്ടോ. പക്ഷെ കാടായ കാരണം അങ്ങോട്ടൊന്ന് പോകാൻ വെച്ചിട്ടാ. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഞാനിങ്ങോട്ട് വന്നിരിക്കണത് എന്തിനാ വെച്ചാൽ ഈ വെള്ളച്ചാട്ടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടേന്ന് കേട്ടോ. അപ്പോൾ എത്തുന്നതിന് മുന്നേ തന്നെ ഭയങ്കര സൗണ്ട് കേട്ടോ. സൗണ്ട് എന്താ വെച്ചാൽ ഇതന്നെ കേട്ടോ. ഈ പാറമക്കൂടെ ഇങ്ങനെ വെള്ളം ചാടണൊക്കെ കേട്ടോ. പക്ഷെ നല്ല തണുപ്പാട്ടോ ഇവിടുത്തൊക്കെ വെള്ളങ്ങൾ. ഇതേ ഇങ്ങനെ വെള്ളം കണ്ടാലും എനിക്കവിടെ നിന്ന് ഇങ്ങനെ കളിച്ചാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ വള്ളക്കളിയൊക്കെ.
അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കാലൊക്കെ കേക്കി ഇങ്ങനെ നിൽക്കുന്നിട്ടാ. അപ്പോൾ എൻ്റെ ഉമ്മീട്ടും ഇങ്ങനെ ചീത്ത അറിയുന്നുണ്ട് കേട്ടോ, അവിടെ ആകെ പന്തക്കാടാണ്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാതെ ഞാൻ ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കളിച്ച് നിന്നിട്ട് നല്ല തണുപ്പുണ്ട്. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ പൈപ്പുകൾ പോകുന്നുണ്ട് കേട്ടോ, ഓരോ പെരാൾക്ക് ഇങ്ങനെ ഓരോ ഉപയോഗത്തിനുള്ള വെള്ളം എടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ പൈപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇപ്പം അങ്ങനെ അവിടുന്ന് പോന്നിട്ടാ. പിന്നെ ഞാൻ വിചാരിച്ച സ്ഥലത്തൊക്കെ പോകാൻ നോക്കിയപ്പോഴാണല്ലോ പെരും ജാതി കാട് ട്ടാ. ഇവിടെയൊക്കെ ആരെങ്കിലും കൊന്നിട്ടാലും പോലും അറിയില്ല കേട്ടോ. അവിടെ അങ്ങനെ ഒരു മരണം ഉണ്ടായിക്കണ് കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പേടിയല്ലേ. പിന്നെ പോയി നോക്കിയപ്പോഴാണല്ലോ പോവാനുള്ള വഴിയൊക്കെ തൂർന്നിക്കണ് കേട്ടോ, പൊന്തിയും കാടായിട്ട്. അപ്പം ഞാൻ ആ പൊന്തിയും കാടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയിട്ട് തട്ടിയിട്ടിട്ടൊക്കെ ഇട്ടാ പോണ്. അപ്പം എൻ്റെ അമ്മീട്ടുണ്ട് പറയുന്നു പോണ്ട പോണ്ടെന്നിട്ടാ. പക്ഷെ എനിക്കാണല്ലോ അവിടെ വെള്ളം ചാടണം കണ്ടിട്ട് എനിക്ക് പോവല്ലാതെ യാതൊരു നിവൃത്തിയില്ല കേട്ടോ. ഓല പറഞ്ഞു ഞങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പോവാറിട്ട് ഞാൻ വീഡിയോ എടുത്ത് പോകട്ടെ. അപ്പോൾ ഓലിന്നെ കളിയാക്കി എന്നിട്ട് അതെത്തിനെ വെച്ച് വീഡിയോ എടുക്കണേ ഈ പൊന്തക്കാട് പറഞ്ഞിട്ട്. ഞാൻ പറയാം അഥവാ ഇനി എന്തെങ്കിലും ജന്തുക്കൾ വന്നീനാലോ നമ്മളെ കാൽമ കടിച്ചാലോ അപ്പം എന്തെങ്കിലും തെളിവ് വേണ്ടേ പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഓലോട് ഓരോ നുണയും പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് പോവാട്ടോ. അപ്പോൾ ഓലൊക്കെ എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് ഭ്രാന്താണ് ഇങ്ങോട്ട് പോരുക പറഞ്ഞിട്ട്. എൻ്റെ അമ്മക്ക് ഭയങ്കര പേടിയിട്ടാ ഇവിടെ ഇങ്ങനെ ഈ പന്തൊക്കെ കണ്ടിട്ട്. ഇവിടെ ഈ ഭാഗത്താണേലോ മലമ്പാമ്പൊക്കെ ഉണ്ട് അത്ര കേട്ടോ. അപ്പോൾ ഓല് ഇന്നാ പറഞ്ഞ് പേടിപ്പിച്ചാട്ടെ ഇജ്ജ് മുന്നിൽ പായൊന്നും വേണ്ട മലമ്പാമ്പ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് മലമ്പാമ്പ് ഇങ്ങനെ ചെല്ലി പറഞ്ഞുകൊണ്ട് പോരുക പറഞ്ഞിട്ട് ഞാൻ മുന്നിൽ പായാണ്. ഓലെല്ലാവരും അവിടെ നിന്ന് നോക്കിക്കാട്ടെ, ഇവിടെ വഴി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഓല അവിടെ നിന്ന് നോക്കുക, ഞാൻ മുന്നിൽ പോരല്ലേ. അപ്പം ഞാൻ ആദ്യം വഴി കാണിച്ചു കൊടുക്കല്ലോ ഓൽക്ക്, അപ്പം അതിന് വേണ്ടി നിൽക്കട്ടെ ഓല്. ഞാൻ പിന്നെ ഓലൊന്നും നോക്കില്ല കേട്ടോ, ഞാൻ ഇതേമാതിരി വഴിയൊക്കെ ഉണ്ടാക്കി പോവട്ടെ. ഞാൻ പൊന്തിയും കാടൊക്കെ ചാടി മറന്ന് കുത്തി മറന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും വെള്ളം ചാടിനോടത്തേക്ക് എത്തിയിട്ടാ. എത്തിയപ്പോഴാണേലും എനിക്കിങ്ങനെ നോക്കിക്കാണാൻ ക്ഷമയൊന്നുമില്ല കേട്ടാ. അപ്പം ഞാൻ അങ്ങോട്ട് നടന്നിട്ട് എത്തി കിട്ടുകയല്ല കേട്ടാ. അപ്പോൾ അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ പ്രത്യേകിച്ചാണല്ലോ എത്ര നടന്നാലും എത്തി കിട്ടൂല. പിന്നെ എന്തായാലും അവിടെ എത്തി. എന്നിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടാ. ആദ്യം ഞാൻ കയറാനാവില്ല എന്നൊക്കെ കരുതിന്നിട്ടാ. പിന്നെ ഇങ്ങനെ വെള്ളം ചാടണ കണ്ടപ്പോൾ എനിക്ക് തീരെയും സഹിച്ചില്ല. ഞാൻ കാര്യമായിട്ട് എൻ്റെ പെരയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിക്കണത് എന്താ വെച്ചാൽ ഈ വെള്ളച്ചാട്ടത്തേക്ക് പോകാനാട്ടാ. പിന്നെ രണ്ട് അമ്മായികളോടെ പോവുകയും ചെയ്യാമല്ലോ, അതൊക്കെ വിചാരിച്ചിട്ട് പോന്നാട്ടാ. പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ആദ്യം കാലൊക്കെ കഴുകി നോക്കിയിട്ടാ. അപ്പോൾ അവിടുത്തെ അതേമാതിരി ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളം. ഈ വെള്ളമൊക്കെ ചാടണ കാണുമ്പോൾ തന്നെ അതിൽ കടന്ന് കുത്തി മറിയാൻ തോന്നിട്ടാ. എനിക്കൊന്നും തീരെ ക്ഷമയില്ല കേട്ടോ. വെള്ളം എവിടെ ചാടണ കണ്ടാലും എവിടെ കെട്ടിന്നാലും ഞാൻ അവിടെയൊക്കെ പോയി ചാടും കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ കൊത്തിപ്പിടിച്ച് അതിൻ്റെ മേലൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ അമ്മീട്ട് മേലെ നിന്ന് അങ്ങനെ ഇറങ്ങി വന്നിട്ടാ. ഞാൻ ഏതായാലും ഇവിടെ എത്തിയല്ല, അപ്പോൾ വഴി തെളിഞ്ഞല്ല. അപ്പോൾ ഓല ഏതാ സാധനങ്ങൾ എന്നാ ഓലങ്ങനെ എൻ്റെ വൈത്താലം പോയി നിൽക്കണം. അങ്ങനെ ഞാൻ അതിൻ്റെ മേലക്ക് പോവാട്ടോ. നെറൂല് പോയിരുന്നിട്ട് കേട്ടോ ഞാനിങ്ങനെ ഓരോന്ന് വെള്ളത്തിൽ കളിച്ചിരിക്കുകയെന്ന് കേട്ടോ. അപ്പോൾ ഓലത് വീഡിയോ എടുത്ത് ചെയ്യുന്നിട്ടാ. ഇപ്പം ഇങ്ങനെ നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ. പക്ഷേ അനിയന്മാരൊന്നും ഇല്ലാഞ്ഞിട്ട് വലിയ രസമില്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ അമ്മയും ഉമ്മാൻ്റെ അമ്മായിൻ്റെ രണ്ട് മക്കളും അതിൻ്റെ ഒരു ചെറിയ കുട്ടിയാട്ടാ. പക്ഷെ ഓലൊന്നും വെള്ളത്തിൽ ഇറങ്ങിയിരുന്നില്ല കേട്ടോ, ഞാൻ മാത്രം വെള്ളത്തിൽ കയറിയിട്ടുള്ളൂ. പിന്നെ എൻ്റെ അനിയന്മാരൊക്കെ ഉണ്ടാകും നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കുട്ടികൾ മക്കളൊക്കെ ആകുമ്പോൾ നല്ല ഒച്ചപ്പാടൊക്കെ അല്ലേ കാരണം. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോഴേക്കും ഓൽക്ക് ഒഴിവുണ്ടാവില്ല, ഓലെ കുട്ടികളെ മദ്രസയൊക്കെ തുറന്നു വിടും, ഓലെ കെട്ടിച്ചെടുത്തൊക്കെ പോകും. പിന്നെ ആരും ഉണ്ടാവില്ല, അപ്പോൾ രസം ഉണ്ടാവില്ലല്ലോ. അതാട്ടോ പെട്ടെന്നുള്ള തീരുമാനം എന്നിട്ട് ഈ പോക്ക്. എൻ്റെ ചെറിയ അനിയനെ അറിഞ്ഞിട്ടും പോലും ഇല്ല കേട്ടോ. ഓന് സ്കൂൾക്ക് കഴിക്കുന്നു, ഓൻ സ്കൂൾക്ക് പോകുമ്പോൾ ഞാൻ അവിടെ കടന്നുറങ്ങിയിരുന്നിട്ടാ, രാവിലെ നീച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എന്തായാലും ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് നീച്ച് വരാൻ തോന്നില്ല കേട്ടോ എനിക്ക്. ഞാൻ അവിടെ കിടന്നിങ്ങനെ കുത്തി മറിയുന്നുണ്ട്. എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ നിന്ന് കയറാൻ പറഞ്ഞിട്ട്. കാരണം ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ ഓരോരുത്തർ ഇങ്ങനെ വീണ് മറിഞ്ഞ് മരിച്ചെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടിട്ട് എൻ്റെ അമ്മക്ക് ബേജാറ് കേട്ടോ. പക്ഷേ എനിക്കാണെങ്കിലും അവിടെ നിന്ന് നീച്ച് വരണമില്ല കേട്ടോ ഞാൻ. പിന്നെ ഞാൻ അതിൻ്റെ മേളിന്നൊക്കെ ഇറങ്ങി എന്നിട്ട് താഴെ എത്തിയപ്പോൾ ഇതേമാതിരി വെള്ളം ചാടുന്നിടത്ത് പിന്നെ ഇരുന്നിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ വെള്ളം ഇങ്ങനെ നെറുകക്ക് ചാടട്ടെ. അപ്പോൾ പിന്നെ അതിൽ കടന്ന് കുത്തി മറിയുന്നിട്ടാ. തലയ്ക്ക് ഇങ്ങനെ വെള്ളം ചാടുമ്പോൾ നല്ല സുഖം, നല്ല തണുത്ത വെള്ളം. എനിക്ക് എത്ര ചീത്ത പറഞ്ഞിട്ട് ഞാൻ കയറി പോരില്ല കേട്ടാ. ഇനി തല്ലിട്ടിയാലും ഞാൻ കയറി പോരില്ല കേട്ടാ. അങ്ങനെയാണ്, വെള്ളം കണ്ടാൽ പിന്നെ അവിടെ കൂടും കേട്ടാ. അങ്ങനെ ഞാൻ ഇരുന്നിടത്തുനിന്ന് നെറുകക്ക് കയറാൻ നോക്കട്ടെ. പക്ഷെ നല്ല വെയ്ക്കുണ്ട് കേട്ടോ. ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ പേടി ബേജാറൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ കരുതി എന്തായാലും ഇപ്പോൾ മരിച്ചാളല്ലേ ഇതിനങ്ങനെ പേടിച്ചിരിക്കണം, നമ്മളെ ടൈം എവിടെ വെച്ചാൽ അവിടെ എത്തി എന്തായാലും നമ്മൾ മരിച്ചു, നമ്മൾ എത്ര പേടിച്ച് മാറി നിന്നിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതേമാതിരി അവിടുന്ന് വെള്ളത്തിൽ കയറാതെ അവിടെ തന്നെ ഇരുന്ന് വെള്ളത്തിൽ കളിച്ചാട്ടാ. അപ്പോൾ എൻ്റെ അമ്മീട്ടും ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ വെയ്ക്കണോടത്തൊന്നും ഇരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത അറിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നെറുക്ക് ഇങ്ങനെ വെള്ളം ചാടിയപ്പോൾ അതിൻ്റെ ചോട്ട തന്നെ ഇരിക്കുകയെന്ന് കേട്ടോ. എന്തായാലും പെരയിൽ നിന്ന് ഒരു കുളി കഴിഞ്ഞ് പോയതേന്ന്. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ എന്തായാലും രണ്ടാമത്തെ കുളിയും കഴിഞ്ഞ്. പിന്നെ ഞാൻ കയറി പോന്നപ്പോൾ പിന്നെ ചീത്ത പറഞ്ഞ മുതൽ അത് അവിടെ പോയി ഒന്നും എടുക്കണ്, അത് അവിടെ പോയിട്ട് മുഖം കഴുകട്ടെ തണുത്ത വെള്ളത്തിൽ. എൻ്റെ പിന്നെ ചീത്ത അറിയിട്ടാ വീഡിയോ എടുത്താലൊക്കെ. അപ്പം ഉമ്മാനെ കാണാതെ എടുത്ത് വെച്ച വീഡിയോ ഒന്നും ഇട്ടത്. നമ്മളെ ചീത്ത അറിഞ്ഞിട്ട് ഓര് പോയിട്ട് മുഖം കഴുകി. അപ്പോൾ എനിക്ക് തീരെ സഹിച്ചല്ല. അങ്ങനെ പിന്നെ എന്തായാലും അവിടുന്ന് അങ്ങനെ പോന്നിട്ട് കുറേ നേരം അവിടെ വെള്ളത്തിലൊക്കെ കളിച്ചിരുന്നിട്ട് നേരെ നട്ടുച്ചേട്ടോ. പക്ഷെ കണ്ടാൽ തോന്നൂലല്ലോ, നേരെ 2:30-3 മണി ആ ഒരു ടൈമായി തുടങ്ങിയിരിക്കണം. ഞങ്ങൾ ചെന്നപ്പോൾ തുടങ്ങിയ മഴ കേട്ടോ, അത് നിന്നിട്ടില്ല കേട്ടോ. ആ ചാറ്റൽ മഴയിൽ അങ്ങനെ നിൽക്കാട്ടോ.
പിന്നെ അങ്ങനെ ഇങ്ങോട്ട് പോന്നപ്പോഴേക്കും ഒരു ടൈമായിട്ടാ. പിന്നെ വെള്ളവും ചളിയൊക്കെ ചാടി കടന്ന് എന്തായാലും പെരയിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെ പെരയ്ക്ക് പോന്നിട്ടാ. അപ്പോൾ ഇതെവിടെ സ്ഥലം എന്നല്ലേ, ഇതാട്ടെ ഞങ്ങളെ മെയിൻ അങ്ങാടി ചേണ്ടി അറിയിട്ടാം. മെയിൻ അങ്ങാടിന്ന് വീഡിയോ എടുത്തിട്ടില്ല, കുറച്ചും കൂടെ പോന്നിട്ടാട്ടെ ഞാൻ വീഡിയോ എടുത്തേക്കണ്. അപ്പോൾ തിരിച്ച് അമ്മേൻ്റെ മോളെ കൂടി എന്നിട്ട് ഞങ്ങൾ പോന്നീന്ന്. ഇപ്പോൾ മഴയായ കാരണം വല്ലാതെ അങ്ങാടിയിലൊന്നും വല്ലാതെ ആരും ഇല്ല കേട്ടോ. ഒക്കെ അതേമാതിരി മഴയും തണുപ്പൊക്കെ ആയപ്പോൾ ഒക്കെ പെരയിൽ കൂടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങളങ്ങോട്ടുള്ള റോട്ടിലേക്ക് എത്തിയിട്ടാ. ഈ റോഡ് എങ്ങനെയാ വെച്ചാൽ നല്ല പാടും ഇതൊക്കെ ആയിട്ട് നല്ല പച്ചപ്പുള്ള റോഡാട്ടോ. ഇവിടെ എത്തുമ്പോൾ ലാലുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ. പകലൊക്കെ വരികയാണെങ്കിൽ ലാലു ഇങ്ങനെ ആക്കത്തിന് ഇങ്ങനെ ചവിട്ടി പിടിച്ച് പോരുള്ളൂ കേട്ടോ. ലാലുവിന് ഇങ്ങനെ അതേമാതിരി പാടം ഡബ്രം കാട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം ഞാൻ ലാലുവിനെ അങ്ങനെ കളിയാക്കട്ടെ, കാരണം നമ്മളെ നാട്ടിലുണ്ടായതുകൊണ്ട് നമുക്ക് അതിൻ്റെ വില അറിയില്ല. പിന്നെ അങ്ങനെ എന്തായാലും പെരയിലെത്തിയിട്ട് മഴക്കാറിനൊന്നും ഒരു കുറവും ഇല്ല കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടൊന്നും ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയോണ്ടോ തോന്നുന്നു, മഴക്കൊന്നും ഒരു ഇതില്ല. പെരയിലൊക്കെ വന്ന് ഡ്രസ്സൊക്കെ മാറി ഇരുന്നപ്പോൾ ചായ കുടിച്ചാൽ പൂതിയായിട്ടാണ്. അപ്പോൾ ഞാനും എൻ്റെ ചെറിയ അനിയനും കൂടി പോവാട്ടോ ചേണ്ടിക്ക് എന്തെങ്കിലും കടി വാങ്ങാറിഞ്ഞിട്ട്. അപ്പോൾ ഓനെന്ത് കാട്ടിയിട്ടോ തിരിഞ്ഞു വെക്കല കേട്ടോ. അപ്പോൾ ഓനങ്ങനെ ഓരോന്ന് പറഞ്ഞ് പിരാന്ത് പിടിപ്പിച്ച് തന്നിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങാടിയിലെത്തിയപ്പോൾ മുട്ട ബജിയും പിന്നെ കുറച്ച് പൂളൊക്കെ വേങ്ങിയിട്ട് ഞാനും അനിയനും തിരിച്ചു പോന്നിട്ടാ. ഇതാട്ടെ ഞങ്ങളുടെ നാട്ടിലത്തെ പച്ചപ്പും. ഞങ്ങളുടെ നാട്ടിലത്തെ വെച്ചാൽ പണ്ടിൻ്റെ ഉപ്പ ഇവിടെ കൃഷിയൊക്കെ ചെയ്തിരുന്നിട്ടാ കുറേ മുന്നേ. എൻ്റെ ഉമ്മാൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞോണ്ടന്നെ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് റോട്ടിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഓൻ്റെ കൈക്ക് മുട്ട ബജീൻ്റെ കവറും കൊടുത്ത് പിന്നെ ഞാൻ പൂള എൻ്റെ കൈക്ക് എന്നിട്ടാ. അപ്പോൾ ആ കൊടുത്ത മുട്ട ബജീൻ്റെ കവറാണല്ലോ ഇങ്ങനെ ആട്ടി കുലുക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഓനെ കളിയാക്കി എന്നിട്ട് ഞാൻ എൻ്റെ കൈക്ക് കോഴിമുട്ടൻ്റെ കവറ് തരാത്തത് നന്നായി, അല്ലെങ്കിൽ അപ്പോൾ ആ കോഴിമുട്ടൻ്റെ കാര്യത്തിൽ തീരുമാനമായിക്കണ പറഞ്ഞിട്ട് അങ്ങനെ ഓനായിട്ട് ഒന്നും രണ്ടും തല്ലുകൂടിയിട്ട് അങ്ങനെ പെരയ്ക്ക് പോരും കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ പെരയ്ക്ക് പോട്ടെ, ഞാൻ മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നല്ല പൈപ്പ് ഉണ്ട് കേട്ടോ, ആ വെള്ളത്തിൽ ചാടി കുത്തി മറിഞ്ഞ് വന്നിട്ട്. പിന്നെ ഈ കിടക്കണ ആരാ വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ കുഞ്ഞാപ്പ കേട്ടോ. കുഞ്ഞാപ്പ് ചെയ്യുന്ന അതിൻ്റെ പേരാട്ടോ. എൻ്റെ ഉപ്പ ഇവിടെ നാട്ടിലുള്ള ടൈമിൽ അതിനിങ്ങനെ തിന്നാട്ട് കൊടുത്തിട്ട് നമ്മളെ വളർത്തുന്നായി എന്നൊക്കെ തന്നെ പറയട്ടെ. ഏറ്റങ്ങളുള്ള കാരണം ഞങ്ങളെ പെരയ്ക്ക് പന്നികളൊന്നും വരില്ല, കാരണം രാത്രി പന്നികളൊക്കെ ഇറങ്ങി. അപ്പോൾ ഏറ്റങ്ങളങ്ങനെ കുറച്ചാട്ടും കേട്ടോ. പിന്നെ പെരയിലെത്തിയപ്പോൾ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ.